എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ കന്നിയാത്ര തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. വന്ദേ ഭാരതിൽ നിന്ന് റിയ ബേബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ, എംപിമാർ, ജനപ്രതിനിധികൾ അങ്ങനെ എല്ലാവരും ചേർന്നാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ യാത്ര ആഘോഷമാക്കിയത്. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂരുവിൽ എത്തുന്ന തരത്തിലാണ് വന്ദേ ഭാരതിന്റെ യാത്രാക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. 9 സ്റ്റേഷനുകൾ ഉണ്ടാകും. കേരളത്തിൽ എറണാകുളം, തൃശൂർ, പാലക്കാട് 3 സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാകുക. 11-ാം തീയതി മുതലായിരിക്കും പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായി സൗകര്യമൊരുക്കുക. ടിക്കറ്റ് നിരക്കടക്കം ഇനി വരാനിരിക്കുന്നു. 8 കോച്ചുകൾ, ഒരു എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ 8 കോച്ചുകളും അതോടൊപ്പം തന്നെ 600 സീറ്റുകളും അതാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്രെയിനിനകത്ത് വെച്ച് കുട്ടികൾക്ക് മധുരം നൽകി. ഇതൊരു ഗംഭീര യാത്രയാകട്ടെ. കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വരും. പക്ഷെ അതിന് സാങ്കേതിക സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. നമുക്ക് വന്ദേ ഭാരത് പോലെയും അതുപോലെ എക്സ്പ്രസ് ട്രെയിൻസിന്റെയും സ്പീഡ് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ വളവുകൾ മുഴുവൻ നിവർത്തിക്കൊണ്ട് ഒരു സീറോ കർവ് വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ കർവ് അല്ലെങ്കിൽ നോ ഡീപ് കർവ് റെയിൽ ലൈൻസ് വരുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി തരണം. കുട്ടികൾ സുരേഷ് ഗോപിയുമായി കണ്ടതിന്റെ വന്ദേ ഭാരത് യാത്രയുടെ സന്തോഷം പങ്കുവച്ചു. ഏതാനും പൊതുജനങ്ങൾ കൂടി യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആഘോഷമാക്കിയാണ് വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. സമയക്രമങ്ങളടക്കം ഇനി പുറത്തു വരാനിരിക്കുന്നു, നിരക്കുകൾ പുറത്തു വരാനിരിക്കുന്നു. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.